മഹാദേവ സന്ദേശം എന്താണെന്ന് നോക്കാം. പ്രിയ ഭക്തരെ, നിങ്ങൾ അറിയാതെയോ അറിഞ്ഞുകൊണ്ടോ ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുണ്ടാകും. അതെല്ലാം പശ്ചാത്താപം കൊണ്ട് ഇല്ലാതാകുന്നു. പശ്ചാത്താപം എന്നാൽ ചെയ്ത തെറ്റിൽ ആത്മാർത്ഥമായി ദുഃഖിക്കുന്നത് മാത്രമല്ല, വീണ്ടും തെറ്റു ചെയ്യാതിരിക്കൽ കൂടിയാണ്. നിങ്ങൾ അത്യധികം ദയയോടുകൂടി ശിവഭഗവാനോട് യാചിക്കുകയാണെങ്കിൽ ദേവൻ ഒരിക്കലും നിങ്ങളെ കൈവിടില്ല. നിങ്ങളിലെ എല്ലാ തെറ്റുകളും പൊറുത്ത് ആ പ്രപഞ്ചനാഥൻ നിങ്ങളെ ചേർത്ത് പിടിക്കും. നിങ്ങളുടെ ഓരോ വിഷമങ്ങളിലും സന്തോഷങ്ങളിലും മഹാദേവൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. നിങ്ങൾക്ക് ഏറ്റവും വിഷമം വരുന്ന സാഹചര്യങ്ങളിൽ ഭഗവാന്റെ നാമം ചൊല്ലുക. ആ നാമം ചൊല്ലുമ്പോൾ അസ്വസ്ഥമായിരുന്ന നിങ്ങളുടെ മനസ്സിൽ ശാന്തി ലഭിക്കുന്നതായിരിക്കും. നിങ്ങളെ പലരും വെറും വേലക്കാരിയായി കണ്ട് അതുപോലെ പെരുമാറുമ്പോൾ അതിൽ തളർന്നു പോകാതെ ശിവനാമം ചൊല്ലുക. പങ്കാളി നിങ്ങളെ മനസ്സിലാകാതെ പോകുമ്പോൾ കണ്ണുനീർ പൊഴിക്കാതെ ഭഗവാനിൽ അഭയം പ്രാപിക്കുക. നിങ്ങളുടെ പങ്കാളി നിങ്ങൾക്ക് നൽകാത്ത സ്നേഹവും പരിഗണനയും വേറെ ഒരു വ്യക്തിക്ക് കൊടുക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന പക്ഷം ഒരു വലിയ മാറ്റത്തിന് സമയമായി എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എല്ലാം അറിയുന്ന ആ കൈലാസനാഥൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. നമ്മൾ അവർക്കായി അടക്കിവെച്ച നമ്മുടെ ചെറിയ ചെറിയ ഇഷ്ടങ്ങൾക്ക്, ആഗ്രഹങ്ങൾക്ക്, ലക്ഷ്യങ്ങൾക്ക് ചിറക് വെച്ച് കൊടുക്കുക. അവയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. സ്വയം ശക്തരാകുക. നിങ്ങളുടെ സന്തോഷങ്ങൾക്കായി പരിശ്രമിക്കുക. ദുഃഖങ്ങളെ നിങ്ങൾ മറന്നു കളയുക. സ്നേഹം യാചിച്ച് ആരുടെ മുന്നിലും ചെല്ലാതിരിക്കുക. കാരണം യാചിച്ച് കിട്ടുന്ന സ്നേഹത്തിന് അധികം ആയുസ്സുണ്ടാകില്ല. ഭഗവാൻ ഒരു പുതിയ വെളിച്ചം നിങ്ങളിലേക്ക് ചൊരിയുന്നത് നിങ്ങൾ അറിയുക. ആ പ്രകാശത്തിൽ സ്വയം സന്തോഷിക്കാൻ പഠിക്കുക. ഭഗവാൻ എന്നും നിങ്ങളുടെ കൂടെയുണ്ടാകും എന്ന് ആത്മാർത്ഥമായി നിങ്ങൾ വിശ്വസിക്കുക. ഓം നമഃ ശിവായ.